അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതാ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ബസ്സിലാണ് പോകുന്നത്. ബസ് സ്റ്റോപ്പിലേക്ക് നിയാസ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയുള്ള സ്ഥലത്തേക്കാണ്. പയ്യന്നൂർ അവിടെ ഒരു ഷോപ്പിലേക്കാണ് പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പം ആദ്യം നമ്മൾ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. മൂത്താക്കൊരു ബാഗ് വാങ്ങിക്കണം. അപ്പോൾ ഈ ഒരു കട നമ്മൾ ഇൻസ്റ്റയിലെല്ലാം കുറേ റീൽസ് കണ്ടായിരുന്നു. അപ്പം അങ്ങനെ തപ്പിപ്പിടിച്ചിട്ട് പോയതാണ് കേട്ടോ. ഇത് പയ്യന്നൂർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയായി ഈ ഒരു ഷോപ്പ്. കയറിയ സമയത്ത് നല്ല ആളുണ്ടായിരുന്നു, പ്രത്യേകിച്ച് സ്കൂൾ സീസണും കൂടിയല്ലേ. ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് മൂത്താക്കൊരു ബാഗ് വാങ്ങി, ഒരു ചെരുപ്പ് വാങ്ങി, മറ്റു കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പക്ഷേ നമ്മൾ അവിടെ കയറിയ സമയത്ത് എല്ലാ സാധനങ്ങളും അവിടെയുണ്ട്. A to Z എല്ലാ സാധനങ്ങളും അവിടെ കിട്ടാനുണ്ട്. ബാഗിനൊന്നും വലിയ റേറ്റ് കുറവില്ലായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. സാധാരണ നോർമൽ ഷോപ്പിൽ കിട്ടുന്ന അതേ റേറ്റ് തന്നെയാണ് അവിടെയുള്ളത്. പക്ഷേ ചപ്പലിനും അതുപോലെ ബാക്കിയുള്ള ഐറ്റംസിനൊക്കെ ഇഷ്ടംപോലെ കളക്ഷൻസും ഉണ്ട്. അത്യാവശ്യം റേറ്റ് വലിയൊരു കോസ്റ്റ്ലി റേറ്റ് ആയിട്ടൊന്നും തോന്നിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. നല്ല ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. അത് ബാഗിലാണെങ്കിൽ പോലും നല്ല കളക്ഷൻസ് ഉണ്ട്. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ ഇറങ്ങിയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട്. അവിടെ തന്നെ ഉള്ളൊരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചിട്ട് അവിടെയും ഈ പറഞ്ഞ പോലെ നല്ല ആളുണ്ടായിരുന്നു. പക്ഷേ ഫുഡിനൊക്കെ എന്ന് പറയുന്നത് ബിരിയാണിക്കൊക്കെ 80-90 രൂപയെല്ലാം. പക്ഷേ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ സാധാ ചോറിന് 50 രൂപ. അപ്പം എന്താ പറയുക, ഫുഡും അടിപൊളി ഫുഡ് തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വിചാരിച്ച അവിടെ നിന്ന് നിയാസാരെ പിന്നെ അതായത് ആളെ ഹസ്ബൻഡിൻ്റെ പിന്നെ അനിയൻ്റെ ഓള് പ്രസവിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ വർഷത്തിന് കിട്ടിയ കുഞ്ഞാണ്. അപ്പം നമ്മളവിടെ നിന്ന് പിന്നെ വിചാരിച്ചു ഏതായാലും ഇവിടം വരെ വന്നല്ലേ, ഏതായാലും കുഞ്ഞിനെയും കൂടെ കണ്ടിട്ട് പോകാമെന്ന് കരുതിയിട്ട് നമ്മളവിടെ നിന്ന് കുഞ്ഞിക്ക് ഒരു കുപ്പായൊക്കെ വാങ്ങി അവിടെ നിന്ന് കുഞ്ഞിനെ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് പിറ്റേന്ന് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ പോയിട്ടുണ്ട്, ഞാനും മക്കളും കൂടി. അപ്പം നമ്മൾ തലേന്ന് പയ്യന്നൂർ പോയി ഏകദേശം 4 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ എത്തിന്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഒന്നും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ പിറ്റേന്ന് നമ്മൾ 3 പേരും കൂടി ഇവിടെ അടുത്ത് തന്നെ ലംബ്രപ്പോയിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തിയാലാണ് അറിഞ്ഞ മുമ്പേ അതിനെക്കുറിച്ചിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നൊന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഇതൊന്നും ഉണ്ടായിട്ട്. പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാനും കൂടുതൽ അറിയാനൊക്കെ ഇൻട്രസ്റ്റാണ്. നമുക്ക് കഴിയും പോലെയൊക്കെ പറ്റും പോലെയൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യാനും വലിയൊരു ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം ഞാൻ വിചാരിച്ചത് ഏതായാലും ഇപ്പം വെക്കേഷൻ ടൈം കുട്ടികളെ കുറിച്ചിട്ട് നമ്മൾ പാർക്കിലും ബീച്ചിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മളെ മക്കളെ കാണിച്ചുകൂടാ? കാരണം ഈ സൊസൈറ്റിയിൽ ഇതുപോലുള്ള ഒരുപാട് മനുഷ്യന്മാർ ജീവിക്കുന്നുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ട് എന്താ പറയണ്ടേ, അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് ജീവിക്കുന്ന മനുഷ്യരും ഈ സൊസൈറ്റിയിലുണ്ട്. അപ്പോൾ അവരെല്ലാവരും നമുക്ക് കാണിച്ചു കൊടുക്കാനാക്കാനും പറ്റിയില്ലെങ്കിലും നമ്മുടെ അടുത്ത് തന്നെയുള്ളൊരു സ്ഥലം നമ്മളെ മക്കൾക്ക് കാണിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അതെനിക്കെന്തോ പിന്നെ ഒരു എന്താ പറയുന്നത്, കാണിച്ചു കൊടുക്കണം എന്ന് അത്രയും തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും മക്കളും കൂടി കുറച്ച് സീഡ്സൊക്കെ വാങ്ങി അവിടെ വിസിറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട് കേട്ടോ. വേറെ എവിടെയും ഇല്ല, ഇവിടെ തന്നെയുള്ള ഒരു വൃദ്ധസദനത്തിലാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ വീഡിയോ അലൗഡല്ല. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ഉള്ളിൽ വീഡിയോ അലൗഡല്ല. അപ്പം ഇതാണ് അവിടത്തേക്കുള്ള എൻഡിങ് എന്ന് പറയുന്നത്. ഉമ്രപ്പോയിൽ ചർച്ചിൻ്റെ ബേക്കിൽ തന്നെ ആയിട്ടാണ് ഈ ഒരു വൃദ്ധസദനം വരുന്നത്. ശരിക്കും പോകുമ്പോൾ ഒരുപാട് എന്താ പറയുക, മനസ്സിൽ എന്തൊക്കെയോ ഓടുന്നുണ്ടായിരുന്നു. പക്ഷെ ആടെ എത്തിയതിന് ശേഷം സത്യം പറയാമല്ല, എൻ്റെ മനസ്സിൽ എന്താ പറയണ്ടത്, അത്രയും പ്രായമായവരവിടെ എന്തൊക്കെ ബുദ്ധിമുട്ട് അവിടെ സഹിച്ച് ജീവിച്ചാലും അത്രയും അവരെ കെയർ ചെയ്ത് പിന്നെ ഹെൽത്ത് പരമായിട്ടും അങ്ങനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ അവരെ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് പേര് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല സന്തോഷം തോന്നി. ഞാൻ അവിടുത്തെ സിസ്റ്ററൊക്കെ ആയിട്ട് സംസാരിച്ചു. അപ്പം സിസ്റ്റർ പറഞ്ഞു ഇതൊക്കെ പല ദിക്കിൽ നിന്നും പിന്നെ മക്കൾ കൊണ്ടുവിട്ടവരാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞു. എൻ്റെ മക്കളെയൊക്കെ കണ്ടപ്പോൾ സത്യമല്ല, അവരിങ്ങനെ എന്തോ നിധി കിട്ടിയ പോലെയായിരുന്നു. ഞാൻ ഒരു നിമിഷം ഓർത്തുപോയി, അവരും ആഗ്രഹിക്കുന്നുണ്ടാവില്ല അവരെ പേരമക്കളെയും അവരെ മക്കളെയൊക്കെ കാണാൻ കൊതിക്കുന്നുണ്ടാവും. അവരെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ അവർ ഓടുന്നുണ്ടാവും. പക്ഷേ അതൊക്കെ എനിക്കൊരു കുറച്ച് സമയം കൊണ്ട് എനിക്കത് ഓടിച്ചെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിന്.
കാരണം എൻ്റെ മക്കളെ കെട്ടിപ്പിടിക്കുക, പേര് ചോദിക്കുക, കണ്ണിന്ന് വെള്ളം വീഴുക. സത്യം എന്തൊക്കെയോ എൻ്റെ മനസ്സിൽ ആ സമയത്ത് ഓടിപ്പോയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നമ്മളെ മക്കളെ എന്താ പറയണ്ടത്, അവരെ ഹാപ്പിനെസ്സായ സ്ഥലത്ത് കൊണ്ടുപോകുന്നതോടൊപ്പം ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൻ്റെ അരുവത്തൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് പിന്നെ കാണിച്ചു കൊടുക്കുക. ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.